മനുഷ്യന് പഠിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ല. പഠിക്കാനുള്ള താല്പര്യവും ഉത്സാഹവും ഇച്ഛാശക്തിയുമാണ് പ്രധാനമെന്ന് ഒരു കഥയിലൂടെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. നിങ്ങളിത് നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും രസകരമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും പഠനത്തിൻ്റെ പ്രാധാന്യവും പറഞ്ഞു കൊടുക്കുക. സ്വാമി രാമി തീർത്ഥാനന്ദ ഒരിക്കൽ ഒരു വിദേശയാത്രയ്ക്കിടയിൽ 90 വയസ്സുള്ള ഒരു ജർമ്മൻകാരനെ പരിചയപ്പെട്ടു. ദിവസങ്ങളോളമുള്ള ഈ യാത്രയിൽ അദ്ദേഹം ഈ ജർമ്മൻകാരനെ വാച്ച് ചെയ്തു. അദ്ദേഹം ആരെയും ശ്രദ്ധിക്കുന്നില്ല, ആരുമായി ചങ്ങാത്തമില്ല. അദ്ദേഹം പഠനത്തിലായിരുന്നു. ചീനി ഭാഷ, ചൈനയുടെ ഭാഷ പഠിക്കാനുള്ള വ്യഗ്രതയും അത് പഠിക്കുകയും ചെയ്യുകയായിരുന്നു. പ്രത്യേകതരം ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഭാഷ. ഈ ഭാഷയിൽ അഗാധ പാണ്ഡിത്യം വരണമെങ്കിൽ ഏകദേശം 10-12 വർഷം വരെ എടുക്കും. അപ്പം എന്നിട്ടും ഇദ്ദേഹം മറ്റൊന്നിനും യാത്രയിലെ സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കാതെ ഈ ഭാഷ പഠിച്ചെടുക്കുന്നതിനുള്ള വ്യഗ്രതയിലായിരുന്നു. ഇത് കണ്ടിട്ട് ഒരു ദിവസം സ്വാമി ഈ ജർമ്മൻകാരനോട് ചോദിച്ചു, ഇത് വ്യർത്ഥമായ ഒരു കാര്യമല്ലേ? ഇദ്ദേഹത്തിൻ്റെ പ്രായം വെച്ചിട്ട് എങ്ങനെ ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും? ജർമ്മൻകാരൻ തിരിച്ച് സ്വാമിജിയോട് പറഞ്ഞ മറുപടി, ഇത് പഠിക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ എൻ്റെ പ്രായത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. പഠിക്കുമ്പോൾ ഞാനൊരു കുട്ടിയാണ്. പഠിക്കുന്നത് കൊണ്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഉത്സാഹമുള്ളതുകൊണ്ട് എനിക്കൊരു ക്ഷീണമോ തളർച്ചയോ തോന്നില്ല. പിന്നെ 90 വയസ്സായി എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നതും മരണത്തിലേക്ക് അടുത്തു വന്നാണ്. ജനിച്ചത് മുതൽ ഞാൻ ഈ മരണത്തെ അടുത്ത് തന്നെയാണ് കാണുന്നത്. ഏത് സമയത്തും മരണം വരാം. അത് 90 വയസ്സെന്നില്ല, 5 വയസ്സെന്നില്ല, 10 വയസ്സെന്നില്ല. നമുക്ക് മരണം ഏത് സമയത്തുണ്ടാകുമെന്ന് ഉറപ്പിക്കാനും കഴിയില്ല. മരണം വരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പഠിക്കാൻ താല്പര്യം വരുത്തുമില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധയിൽ ഏർപ്പെടാനും കഴിയുന്നില്ല. സ്വാമി രാമി തീർത്ഥാനന്ദ നാട്ടിൽ തിരിച്ചെത്തി തൻ്റെ ശിഷ്യന്മാരോട് ഈ കഥ പറഞ്ഞു കൊടുക്കുകയും പഠനത്തിൻ്റെ പ്രാധാന്യവും ഏത് പ്രായത്തിലും പഠിക്കാമെന്നും ആ പഠിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ ചുറുചുറുക്കും ചെറുപ്പവും മനസ്സിൽ വന്നത് കാരണം ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഉന്മേഷവും സന്തോഷവും തിരിച്ചറിയുകയും ചെയ്തു. പഠനത്തിനൊരു പ്രായം, ഒരു പരിധിയേ അല്ല. എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കടൽ പോലെയാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ 90 വയസ്സുള്ള ജർമ്മൻകാരിൽ നിന്നും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇച്ഛാശക്തി, പഠിക്കാനുള്ള താല്പര്യം അതൊന്നിനും തടസ്സമാകില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണമോ തളർച്ചയോ ഉണ്ടാകില്ല.